പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവരായ ദൈവം നമ്മേവരെയും നല്ലമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യബലവും ദൈവം നൽകി തന്നതുകൊണ്ട്, കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ യൂട്യൂബ് ചാനലിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കുന്ന ഇന്നലെ അവസരങ്ങൾക്കായി സകല മഹത്വം മാനവും സ്തുതിയും സ്തോത്രവും കർത്താവിൻ്റെ പാദപീഠത്തിലുള്ള ആദരവോടെ അർപ്പണം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. വൈദികനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാര് രഹസ്യത്തിൽ വന്ന് യേശുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, യേശുവേ നാഥ, ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം, ഒന്ന് വർദ്ധിപ്പിച്ച് തരണമേ. അവിടെ പരാതി, അവിടെ വേദന കർത്താവിനോട് പറയുക, ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം, ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം തട്ടിയുരുമി നടന്ന ശിഷ്യന്മാർക്ക് യേശുവിൽ നിന്നുള്ള അത്ഭുതം അടയാളമൊക്കെ കണ്ടിട്ടും എന്ത് ചെയ്തില്ല, അവരുടെ വിശ്വാസം പൂർണ്ണമായില്ല. ആഴമായിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം അടയാളമൊക്കെ കർത്താവ് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് പല വിശ്വാസികൾക്ക് എന്തില്ല, വിശ്വാസം എന്തില്ല, ഇല്ലെന്ന് എന്നുള്ളതാണ് എൻ്റെ സത്യം. പല പ്രവൃത്തികളും രീതികളൊക്കെ കാണുമ്പോൾ ഇന്ന് പലരുടെയും വിശ്വാസം എന്ത് ചെയ്തു, കെട്ടുപൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലർക്കും വിശ്വാസമില്ല. വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോയി, ശ്വാസം മാത്രമേ ഉള്ളൂ. ഇന്ന് വിശ്വാസമില്ലാത്തൊരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസികളെന്ന് അറിയപ്പെടുന്ന ദൈവമക്കളുടെ ഇടയിൽ പോലും പ്രശ്നങ്ങളും രോഗങ്ങളും കടപ്രയാസങ്ങളും ദുഃഖങ്ങളും മറ്റുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഇന്ന് പലർക്കും എന്തില്ല, വിശ്വാസം ഇല്ലെന്നുള്ളതാണ് എൻ്റെ സത്യം. എന്നാൽ വചനം പറയുന്നു, നാം വിശ്വാസം എന്ത് ചെയ്യണം, വർദ്ധിക്കുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നവരാണ് നമ്മുടെ ദൈവം. വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, വിശ്വാസം കുറച്ച് കളയുന്ന ഒരു ദൈവമല്ല, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവം. പ്രിയമുള്ളവരെ, ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യരുത്, കുറയരുത്. നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം, വർദ്ധിക്കുവാനിടയാകണം. ഇവിടെ ശിഷ്യന്മാര് യേശുവിനോട് പറയുക, നാഥാ, ഗുരു, യേശുവേ, ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണമെന്ന് വർദ്ധിപ്പിക്കണമേ. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 17-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ താപ്പോട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് കടുകുമണിയോളം എന്തുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ കാട്ടത്തിയോട് ഇവിടെ നിന്ന് പറിച്ച് കടലിൽ ചെന്ന് നടുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, കടുകുമണിയോളം. കടുക് നമുക്കറിയാം, പാചകം ചെയ്യുന്നവർക്ക് അതിൻ്റെ വലിപ്പവും നീളവും വീതി എത്രത്തോളം ഉണ്ടെന്ന്, അത്രത്തോളമെങ്കിലും വിശ്വാസം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. ഒരിക്കൽ നമ്മുടെ കർത്താവിന് വിശന്നു. അപ്പോൾ ആ കാട്ടത്തിയിൽ വൃക്ഷത്തിൽ ഫലമൊന്നും എന്തില്ല, കണ്ടില്ല. അതുകൊണ്ട് കർത്താവ് അതിനെ ശപിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാര് ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? യേശു പറഞ്ഞ നാഴികൾ തന്നെ അത് ഉണങ്ങിപ്പോയല്ലോ. അപ്പോഴാണ് യേശു പറഞ്ഞത്, കടുകുമണിയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിടിവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ അടുക്ക വന്ന സകലരും യേശുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, വചനം കേട്ടത് കൊണ്ട് കാര്യമായില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല, ആലയത്തിൽ പോയത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം, ഒന്ന് വർദ്ധിക്കുവാനിടയാകണം. ഇപ്പോൾ നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഒരു അപ്ഡേഷൻ സംഭവിക്കണം. അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. എന്തു വന്നാലും, ഇനി ഭൂമി കുലുങ്ങിയാലും മലയിളകിയാലും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എനിക്കെതിരെ ആഞ്ഞടിച്ചു വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. എന്ത് വന്നാലും എൻ്റെ പ്രത്യാശ ഞാൻ കൈവിടത്തില്ല. ഞാൻ വിശ്വസിക്കും, ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണുമെന്ന് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വചനം കേൾക്കുന്ന, ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, ഈ വിശ്വാസം കൊണ്ടോ ഈ പ്രാർത്ഥന കൊണ്ട് പോരാ ഈ കാലഘട്ടം നാം ജീവിക്കുവാൻ നമ്മുടെ വിശ്വാസം അല്പം കൂടെ എന്ത് ചെയ്യണം, ഒന്ന് വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കടഭാരങ്ങളും കുടുംബ തകർച്ചകളൊക്കെ കൊണ്ട് നിറയപ്പെട്ടൊരു വല്ലാത്തൊരു ഭീകരമായ ലോകത്താണ് നാം ഈ 2024 ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം അല്പം കൂടെ എന്ത് ചെയ്യണം, വർദ്ധിക്കണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിലെ 39-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു.
കാറ്റമറന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഈ വചനം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടെ കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റാഞ്ഞടിച്ചു. വലിയ അവർ പ്രതിസന്ധിയിൽ, പ്രശ്നത്തിനകത്തായി. അപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ട് പേടിച്ചു പോയി. നാഥാ, ഗുരു, എഴുന്നേൽക്ക്, ഞങ്ങൾ നശിച്ചു പോകുന്ന കാണുന്നില്ലയോ, വിചാരമില്ലയോ എന്ന് പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി എഴുന്നേറ്റ് കാറ്റും കടലും എന്ത് ചെയ്തു? അവിടെ ശാന്തമായി. കാറ്റ്, കടലെ നീ അടങ്ങുക, ശാന്തമാകാൻ പറഞ്ഞു. കർത്താവിന്റെ വാക്ക് കാറ്റും കടലും എന്ത് ചെയ്തു? തിരമാലകളും അനുസരിച്ചു. അത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. എന്നിട്ട് കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഇത്രത്തോളം ഭീരുക്കൾ പേടിക്കുവാൻ എന്ത്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? 3.5 വർഷക്കാലം കൂടെ നടന്ന യേശുക്രിസ്തുവിനെ പോലും അവർക്ക് എന്തില്ലായിരുന്നു? വിശ്വാസമില്ലായിരുന്നു. കാറ്റും കടലിനെ, പടകിനെ, സകലത്തെ സൃഷ്ടിച്ച ഒരുവനാണ് അവിടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് എന്തുണ്ടായി? ഭയമുണ്ടായി. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. വിടിയിപ്പാനും സഹായിക്കാനും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവം യേശു നമ്മോട് കൂടെയുണ്ട്, ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും? തള്ളിപ്പോകാറുണ്ട്. വിശ്വാസം വർദ്ധിക്കാറില്ല. വിശ്വാസം എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല, വിശ്വസിക്കാറില്ല. പ്രിയമുള്ളവരെ, ഏത് കൊടുങ്കാറ്റിന് നടുവിലും, ഏത് പേമാരിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന് നടുവിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഏത് അലയടിച്ച് ഉലയുന്ന കടൽ തീരെ നിങ്ങൾക്കെതിരെ കടന്നു വന്നാലും, തിരമാലകളും പടകിനൊക്കെ താഞ്ഞടിച്ചാലും, പ്രിയമുള്ളവരെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു ദോഷവും അനർത്ഥം ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. യേശു നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം വന്നിരുന്നാലും എന്ത് വരികയില്ല? ഒരു പ്രശ്നവും വരികയില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം, വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോയെങ്കിൽ, കണ്ടോ, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന, കേട്ട വാഗ്ദത്തത്തിൽ ഉറച്ചു. വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചു പോയില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ, തളർന്നിട്ടുണ്ടോ, വീണു പോയിട്ടുണ്ടോ? ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളൊന്ന് മടങ്ങി വരട്ടെ. നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത്, ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കട്ടെ. ഈ സ്ക്രീനിലൂടെ എന്നെ കാണുകയും ഈ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കളെ, കേൾക്കുന്ന വചനം ഒന്ന് തള്ളിക്കളയരുത്. നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ ഇടയാകണം. അതെ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചാൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണുവാൻ, കേൾക്കുവാൻ ഇടയാകും. ആകയാൽ വരുന്ന ആളുകൾ അതിനായി ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. ആമേൻ.